മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും. എന്തൊക്കെ നയങ്ങളാണ് നമ്മൾ രൂപീകരിക്കുക എന്നറിയാമോ? ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേക തന്ത്രങ്ങളൊക്കെ ഒരുക്കും എന്നർത്ഥം. എന്നിട്ടോ ഒക്കെ ഒരു നിസ്സഹായത പോലെ അഭിനയിക്കും. അങ്ങനെ അവിടെ വന്നു, പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന്. മനസ്സിലായില്ലേ? എല്ലാം ഒരു ആക്സിഡന്റലാണ് എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. പക്ഷേ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള തന്ത്രപരമായ കരുനീക്കങ്ങൾ ഈ ഇന്ദ്രിയങ്ങൾ നിർവഹിച്ചു കളയുന്നു പറയാം. വ്യക്തമാവുന്നില്ലേ? അതുകൊണ്ട് ഗുരുദേവൻ ഇവിടെ പറയണു, ഈ കിളികളെ, 5 കിളികളെ, ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 അരിഞ്ഞ് കീഴ്മറിക്കും വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. ഇവിടെ കിളികളെ അരിയുക എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതല്ല. കീഴ്മറിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗീതയിലും ഇതേ താക്കീത് തരുന്നുണ്ട്. ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ രാഗദ്വേഷൗ വ്യവസ്ഥിതോ. ഇന്ദ്രിയങ്ങൾക്ക് അതാത് വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർണ്ണ വശമാകച്ഛേത്. ആ ട്രാപ്പിൽ നമ്മൾ പെടരുത്. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാ സന്ധികളെയും നമ്മൾ എങ്ങനെയാ അവതരിപ്പിക്കുക എന്നറിയാമോ? ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്. പൈങ്കിളി മാസികകളിലൊക്കെ കാണില്ലേ? ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഒരു ദുർബല നിമിഷമൊന്നുമില്ല. ബലമായ നിമിഷങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ തഞ്ചം കാത്തു നിന്നേ ഉള്ളൂ. എല്ലാം ഒത്തു വന്നപ്പോൾ ആട്ട് സംഭവിച്ചു. മനസ്സിലാവണില്ലേ? ഒരു ദുർബല നിമിഷമൊന്നുമില്ല. സോ ടേക്ക് ചാർജ്. നിസ്സഹായതയെക്കുറിച്ച് പറയാതിരിക്കൂ. ഈ കൗൺസിലിങ്ങിലൊക്കെ കോൺട്രാക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സിഗരറ്റ് വലിയെക്കുറിച്ചുള്ള വിഷമം പങ്കുവച്ചു. എന്നിട്ട് വാട്ട് ഈസ് യുവർ ഡിസിഷൻ? ഞാൻ എൻ്റെ മാക്സിമം സിഗരറ്റ് വലി നിർത്താൻ പരിശ്രമിക്കുന്നതാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക എന്താണെന്നറിയാമോ? പറയൂ, ഞാൻ സിഗരറ്റ് വലി നിർത്തില്ല. പറയൂ. ദാറ്റ് ഇസ് ബെറ്റർ. If you say, I will try my level best, that means you are not seriously intended to do that. മനസ്സിലായില്ലേ? അപ്പം ഞാൻ സിഗരറ്റ് വലി നിർത്തില്ല എന്ന് പറഞ്ഞു നോക്കും. അപ്പം തന്നെ ഒരു സമാധാനം. കാരണം എന്താ? അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളോട് നീതി പുലർത്തുന്നുണ്ടേ. ഇത് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ നടക്കുക. In that process you are cheating yourself, right? Don't do that. നമ്മളെ ചതിക്കില്ല എന്ന് തീരുമാനിക്കുക. നമുക്ക് നമ്മളോട് നീതി പുലർത്താം. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കാം. ഋജുത്വം, മനസ്സിലായില്ലേ? ആർജവത്വം ഉള്ളവരായിരിക്കാം. ഇപ്പൊ ഇവിടെ അരിഞ്ഞെന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു എന്നല്ല അർത്ഥം. നശിപ്പിക്കുക എന്നല്ല അല്ല അർത്ഥം. പിന്നെയോ, ഇന്ദ്രിയങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള രാഗദ്വേഷങ്ങളുണ്ട്. പക്ഷേ അവയുടെ ട്രാപ്പിൽ പെട്ടുപോകരുത്. ഒരു ദുർബല നിമിഷം എന്ന് പറയാൻ ഇടവരരുത്. പിന്നെയോ, വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. നേരത്തെ പറഞ്ഞ വെളിവില്ലേ? ഏത് വെളിവ്? ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപവും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള നിരന്തരാനുസന്ധാനം. അതുകൊണ്ട് അകം നിറയട്ടെ. വ്യക്തമാവുന്നുണ്ടോ? അപ്പൊ ഇന്ദ്രിയങ്ങൾ തെന്നി തെന്നി പോകുന്നത് നമ്മുടെ വരുതിയിലായിരിക്കും. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷമാണ് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുന്നത്, ഓ
അപ്പം ഇങ്ങനെയൊക്കെയല്ലേ സ്ഥിതി, ഇനിയിപ്പോൾ ഏതായാലും ഇത്രയായ സ്ഥിതിക്ക് എന്നാ പിന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ഇങ്ങനെ നമ്മൾ കോംപ്രമൈസ് ചെയ്തു പോകുന്നു. അപ്പം ഈ സന്ദേശവും മനസ്സിലാക്കാം, കപടയതിയാവാതിരിക്കാൻ. ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. അപ്പം അകം എപ്പോഴും ഈ വെളിവ് ഏന്തിയിട്ട് വിളങ്ങി നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനാണ് സാത്വികാവസ്ഥ എന്ന് പറയുക, സത്വപ്രഭാവം. 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സർവദ്വാരേഷു കൗന്തേയ പ്രകാശ ഉപജായത്തെ. സകല ഇന്ദ്രിയങ്ങളിലും പ്രകാശമുണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗദ്വേഷനിഷ്ഠമായി കാണുന്നതിന് പകരം യഥാതഥമായി കാണുന്ന ഒരു അവസ്ഥ കൈവരുന്നു എന്നർത്ഥം. ഈ വെളിവുരുവേന്തി അകം വിളങ്ങി നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിലോ നമുക്ക് ഇന്ദ്രിയങ്ങളെ അവയുടെ പാട്ടിന് വിടുന്നതിന് പകരം നമുക്ക് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്നർത്ഥം. മുത്തശ്ശൻ പേരക്കിടാവിനെയും കൊണ്ടിങ്ങനെ ടെറസിൽ ഉലാത്തുകയായിരുന്നു. ആ സമയത്ത് റോട്ടിലൂടെ ഒരു കാഴ്ച, റോട്ടിലൂടെ നടന്നു പോകുന്നു ചില ആളുകൾ. ആ കാഴ്ച കണ്ടു. എന്താ കാഴ്ച? 4-5 പോലീസുകാരുണ്ട്, കൂട്ടത്തിൽ ഒരാളെ വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുണ്ട്. അപ്പോൾ കുട്ടി സംശയം ചോദിച്ചു, എന്താ മുത്തശ്ശ ഏർപ്പാട്? അവരുടെ മോനെ, അത് പോലീസുകാർ ഒരു കള്ളനെ കൊണ്ടുപോവുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഇവർ ഇതേപോലെ ഉലാത്തുന്ന സമയത്ത് റോട്ടിലൂടെ ഒരുപാട് പോലീസുകാർ, മുന്നിൽ ഒരാളിങ്ങനെ നടന്നുകൊണ്ട്. അപ്പം മകൻ്റെ കമൻറ്റ്, ഇതൊരു പെരുങ്കള്ളനായിരിക്കണം. കാരണം എന്താണ്? പറയും പോലീസുകാർ. അപ്പോൾ മുത്തശ്ശൻ മകൻ്റെ വായ പൊത്തി. ഇത് ഒരു 10-25 കൊല്ലമൊക്കെ, അല്ല 30 കൊല്ലമൊക്കെ മുമ്പ് നടന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മകൻ പറഞ്ഞത് ശരിയാന്നൊക്കെ പറഞ്ഞാളേ, മോനെ അത് മന്ത്രിയാണ്. അത് പോലീസുകാരോ അകമ്പടി സേവിക്കുകയാണ്. മനസ്സിലാവണല്ലേ? നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന സാരമായ വ്യത്യാസം എന്താണ്? ഹു ഈസ് ദി മാസ്റ്റർ? ഹു ലീഡ്സ്? ഇന്ദ്രിയങ്ങൾ നിങ്ങളെ നയിക്കുക, അതോ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നയിക്കി? കേട്ടില്ലേ? ഈ നായയും കൊണ്ട് പിന്നെ റോട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൗതുകം തോന്നും. നായ എങ്ങനെ വലിച്ചോണ്ട് വേണോ? അതോ ഇപ്പൊ വെറും ഇന്ദ്രിയ ദാസന്മാരായി, ദാസികളായി തീരണില്ല എന്ന് ഉറപ്പുവരുത്തൂ. ഈ വിഷയത്തിലേക്ക് നമ്മൾ നമ്മുടെ ആധ്യാത്മിക വിജ്ഞാനത്തെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരണം എന്നാണ് ഗുരുദേവൻ ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. മനസ്സിലാവണില്ലേ? അബദ്ധം പറ്റി വരുന്ന സമയത്ത് കുട്ടികളെ ശിക്ഷിക്കുന്നത് കൊണ്ട് അവർ നേരെയാവുമെന്ന് വിചാരിക്കരുതേ. ശരിയായ മൂല്യവിവേചനത്തിന്റെ പാഠം കണ്ടെത്താൻ അവരെ പ്രേരിപ്പിച്ചെങ്കിലേ, പറഞ്ഞു കൊടുത്താലും പോരാട്ടോ. ശരിയായ മൂല്യവിവേചനത്തിന്റെ പാഠം, ശരിയായ ഇവാലുവേഷൻ, അതിൻ്റെ പാഠം അവരെ കൊണ്ട് കണ്ടെത്താൻ നമ്മൾ സഹായിക്കണം. അവർ കണ്ടെത്തണം. അതിന് നമുക്ക് സഹായിക്കാൻ സാധിക്കണം. ഇത് മാത്രമേ കുട്ടികളെ വളർത്തുള്ളൂ. ഇപ്പം നമ്മൾ ശിക്ഷ കൊണ്ടാണ് എല്ലാം നേരെയാക്കാന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്താ, കുട്ടികൾ പലതും നമ്മളോട് തുറന്നു പറയില്ല. ഇപ്പം നമ്മുടെ വീട്ടിലെ നയം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാം. നമ്മുടെ സ്വന്തം നയം. ഇന്ദ്രിയങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്ന് പറയുക. മനസ്സിലാവണില്ലേ? അതുകൊണ്ട് നിങ്ങൾ അതിനേക്കാൾ അലേർട്ടാവണം. അന്ധക്കരണം ആകെ മലീമസമാകാതിരിക്കട്ടെ. ഓക്കെ. ഒളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 മരിഞ്ഞു കീഴ്മറിക്കും
വെളിവുരുവേന്തി അകം വിളങ്ങിടേണം. ശരിയായ മൂല്യവിവേചനം കൊണ്ട് അകം സമ്പന്നമായിരിക്കട്ടെ. ഇന്ദ്രിയങ്ങളുടെ ഗതിവിഗതികളൊക്കെ നന്നായി അറിയാൻ കഴിയട്ടെ. എവിടെ നമുക്ക് കൺട്രോൾ വേണമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ നമുക്ക് ചാർജ് എടുക്കാൻ സാധിക്കുമാറാവട്ടെ. സ്വന്തം ഇത് നിയന്ത്രിക്കാൻ സാധിക്കണില്ലെങ്കിലോ പ്രാർത്ഥിക്കൂ എന്ന് പറയുക. ഏത് പ്രാർത്ഥനയാണ് ചൊല്ലാവുന്നത്? ജനനീ നവരത്ന മഞ്ജരി സ്തോത്രത്തിലെ 7-ാം ശ്ലോകം ഒരു പ്രാർത്ഥനയായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമൗർവിയൊരിരുമ്പാം ധനു എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമൗർവിയൊരിരുമ്പാം മനം ധനുരഹം ഭാവിയാണു വിജയീ. അമ്പാ തരുന്നു വിജയം പാപപങ്കിലമഹം ഭാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകുമഖിലം. എൻ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിളികള് കൊത്തിക്കൊണ്ടുവച്ചിട്ടുള്ള പഴങ്ങളുടെ ദുർഗന്ധം. ഇതാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വിചാരം ചെയ്യാൻ പോകുന്ന ശ്ലോകം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനുള്ളതായിരിക്കും. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. നോക്കാം നമുക്ക്. അപ്പോൾ എൻ പാപം, എൻ്റെ ഉള്ളിൽ കുറേ പാപമുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യണം? എയ്ത് കളയണം. എൻ പാപം എയ്വതിന് ഒരു അമ്പായിടുന്നു. അതിനുള്ള അമ്പ് ശരമാണ് എന്ത്? അറിവ്. അറിവ് മാത്രമേ പാപത്തെ ദൂരീകരിക്കൂ. ആലോചിക്കാം നമുക്ക്. ഇനിയോ ഈ അമ്പ് എയ്ത് തറക്കണ്ടേ, എയ്ത് തറപ്പിക്കണ്ടേ? അതിനെന്ത് വേണം? വില്ല് വേണം, ഞാണ് വേണം. ഓക്കെ, ഡീറ്റെയിൽസ് തരണു. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണ് മൗർവി. മൗർവി എന്ന് പറഞ്ഞാൽ ഞാൻ. ഏതാണ് ഞാൻ? അവിടുത്തെ പാദപങ്കജങ്ങളിലുള്ള എൻ്റെ ഭക്തിയാണ് ഞാൻ. ഈ ചമത്കാരം നിങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് ആസ്വദിക്കണേ. ജനനീ നവരത്ന മഞ്ജരി സ്തോത്രത്തിലെ 7-ാം ശ്ലോകം. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണു മൗർവി ഒരിരുമ്പാം മനം. ഈ ഒരു പാതയിൽ സഞ്ചരിച്ചോളാം എന്ന കരുത്ത് നേടിയിട്ടുള്ള മനസ്സാണ് ഇരുമ്പ്. ഇരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വില്ലിൻ്റെ മുഖ്യ ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ വലിച്ചു കെട്ടുക. അപ്പം ആ ഒരു അലക് അങ്ങനെ പറയൂ. ഇവിടെ വില്ലിന് 2 ഘടകങ്ങളില്ലേ? എന്തൊക്കെയാണ്? ഞാണുണ്ട്, അത് തന്നെ. അപ്പൊ അതെന്താണ്? മനസ്സ്. എങ്ങനെയുള്ള മനസ്സ്? ഇരുമ്പാം മനം എന്ന് പറഞ്ഞാലോ നല്ല നിശ്ചയദാർഢ്യമുള്ള മനസ്സ്, അല്ലാതെ ഇങ്ങനെ വേവർ ചെയ്യണ മനസ്സല്ല. ഇരുമ്പാം മനം ധനുഹു. ഇരുമ്പാകുന്ന മനമാണ് ധനുസ്, മുഖ്യഭാഗം. ഞാണേതാണ്? ഭക്തി. ആരോടുള്ള ഭക്തി? അമ്മയോടുള്ള ഭക്തി. ഇവിടെ ദേവിയാണ് സ്തുതിക്കുന്നത്. അപ്പൊ ദേവിയോടുള്ള ഭക്തിയാണ് ഞാണ്.
ഇരുമ്പാം മനം ധനുഹു. ഇനിയോ അഹംഭാവിയാണു വിജയി. അഹംഭാവിയാണ് ഈ പോരാട്ടത്തിൽ വിജയിക്കാൻ പോണത്. ഇവിടെ നമ്മൾ വീട്ടിൽ കുട്ടികളോട് അഹംഭാവി എന്ന് പറയുന്ന അഹംഭാവി അല്ല കേട്ടോ. പിന്നെയോ അഹത്തെ നിരന്തരം ഭാവന ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചെയ്യുന്നവൾ എന്നർത്ഥം. അഹമയം കുതോ ഭവതി ചിന്വതഃ അയിപതത്യഹം നിജവിചാരണം അഹമിനാശഭാജഹമഹന്തയാ സ്ഫുരതി ഹൃത്സ്വയം പരമപൂർണസത്. ഞാൻ എവിടുന്നാ വന്നത് എന്നിത്യാദിയൊക്കെ അന്വേഷണങ്ങൾ നടത്തുന്നവനെയാണ് അഹംഭാവി എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അഹംഭാവിയാണ് വിജയി. ഇയാളാണ് ഈ പോരാട്ടത്തിൽ പാപം എയ്ത് കളഞ്ഞ് രക്ഷപ്പെടാൻ പോണത്. ഓക്കെ. ഇനിയോ ആരാണ് വാസ്തവത്തിലെ വിജയം തരുന്നത്? അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അമ്മേ അങ്ങേക്കുള്ളതാണ്. അംബാ തരുന്നു വിജയം. അമ്മേ അവിടുന്നാണ് വിജയം തരുന്നത്. പാപപങ്കിലം അഹംഭാനമാകുമതിനാൽ എന്റെ പാപപങ്കിലമായിരിക്കുന്ന അഹമുണ്ടല്ലോ അത് ഭാനമാകും. ഭാനമാകും എന്ന് പറഞ്ഞാൽ പ്രകാശമായി മാറുന്നു. ഈ പ്രകാശം പോയതൊന്നും നമ്മൾ പേടിക്കണ്ട. പിന്നെയോ ഈ അന്വേഷണത്തിൽ എന്ത് സംഭവിക്കുന്നു? പാപപങ്കിലമായ ഞാൻ തന്നെ പ്രകാശരൂപിയായിട്ട് പരിണമിക്കും. അഹംഭാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും. ഈ ശരീരം അതിന് വലിയ ഭാരമുണ്ട് എന്ന് പറയാ. എന്താ ഭാരം? അതാണ് നമ്മൾ സാധാരണ വ്യവഹരിക്കുന്ന അഹംഭാവം. വലിയ ഭാരം തന്നെയാണ്. ഇപ്പൊ ഒരാളിങ്ങനെ എന്തോ ഒരു കലാമിറ്റി ഉണ്ടായിട്ട് എല്ലാവരും കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓടുകയാണ്. ഓക്കെ. ഒരാൾ മാത്രം ഒന്നുമില്ലാതെ ഓടുക. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് കിടക്കണവർ ചോദിച്ചു അതെന്താ ഒന്നും എടുത്തില്ലേ? അപ്പൊ ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ തന്നെ ഉണ്ട്, എടുത്താപ്പോ എന്താത്ത അത്ര. രണ്ടു തരത്തിൽ ആലോചിച്ചാൽ കൗതുകമുള്ളത് തന്നെയാ അല്ലേ? വൻഭാരമാർന്ന തനുവും. ഈ ശരീരാദികളിലുള്ള അഭിമാനം വൻഭാരമാണ്. അതും എന്താവും? ഭാനമാകും. ഭാനമാകും അഖിലവും ഉലകവും എല്ലാം എല്ലാം വെറും പ്രകാശരൂപിയായിട്ട് മാറുന്നു. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമൗർവിയൊരിരുമ്പാം മനം ധനുരഹം ഭാവിയാണു വിജയി. അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകുമഖിലം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളങ്ങോട്ട് അലിഞ്ഞ് ഒരു പ്രകാശമായി പരിണമിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെയൊന്നും ഫിസിക്കലായിട്ട് ആവണം എന്നല്ല കേട്ടോ. 3 ലോകങ്ങളെയും അതിജീവിച്ച് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ആ ദീപമായിട്ട് സാത്മ്യം പ്രാപിക്കുക എന്നുള്ള ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുന്നു. സുഹൃതികൾ പോലും പ്രകൃതിയുടെ വികൃതി കൊണ്ട് അകൃതികളായി പോവാറുണ്ട്. ഗുരുദേവന്റെ പദപ്രയോഗങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, സാമൂഹ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, എല്ലായിടത്തും സംഭവിക്കുക. എന്ത്? പ്രകൃതിയുടെ ഇടപെടൽ ഉണ്ടാവുക, സുഹൃതികൾക്ക് പിഴയ്ക്കുക, അകൃതികളായി പോവുക. ഓക്കെ. അവിടെയൊക്കെ നമുക്ക് ജാഗ്രതയോടെ നിൽക്കാനുള്ള സന്ദേശം കിട്ടുന്നുണ്ട്. പിന്നെ സ്വാമിക്ക് തോന്നുന്നു മുന്നോട്ട് പോകുമ്പോൾ അഹത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, വിശകലനം നടത്തുന്നുണ്ട്. അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാം. പിന്നെ മതപരമായിട്ടുള്ള വീക്ഷണത്തെക്കുറിച്ച്
മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ ഒരു അറിവ് കൊണ്ടുള്ള സാന്ത്വനം ആസ്വദിക്കുന്നവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം? എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെൻ അൻപാണുമൗർവിയൊരിരുമ്പാം മനം ധനുരഹംഭാവിയാണു വിജയി. അമ്പാതരുന്നു വിജയം പാപപങ്കിലമഹംഭാനമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകുമഖിലം. എൻ്റെ പാപം എയ്യുന്നതിന് ഉള്ള അമ്പാണ് അറിവ്. പാപത്തെ നശിപ്പിക്കുന്നതാണ് അറിവെങ്കിൽ പാപത്തിൻ്റെ സ്വഭാവം അവിടെ തന്നെ വ്യക്തമാണ്. അറിവ് പാപത്തെ നശിപ്പിക്കുമെങ്കിൽ പാപത്തിൻ്റെ പ്രകൃതം എന്താണ്? ഓ ഓ അജ്ഞാനം. അറിവ് ഒന്നിനെയും നശിപ്പിക്കില്ല, അജ്ഞാനത്തെ ഒഴികെ. അത് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളൂ കേട്ടോ, എപ്പോഴും ഓർമ്മിക്കണേ. അറിവ് അജ്ഞാനത്തെ ഒഴികെ അല്ലാതെ മറ്റൊന്നിനെയും നശിപ്പിക്കില്ല. ഉള്ളതിനെ കൂടുതൽ വ്യക്തമാക്കി തരുന്നതാണ് അറിവ്. അറിവില്ലായ്മയെ മാത്രമേ അറിവ് നശിപ്പിക്കുകയുള്ളൂ. അത് ഓർമ്മിക്കണം.